ഹലോ ഗൈസ്, എല്ലാവർക്കും ശ്രീ ലൈഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജിലേക്ക് പൊതിച്ചോറ് കൊടുക്കുന്ന ദിവസമാണ് ഇന്ന്. അങ്ങനെ ചോറൊക്കെ ഗ്യാസിലുമേൽ വെച്ചിട്ടുണ്ട്. മത്തനും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ കുഴച്ച് വെച്ചതാണ്. ചിക്കൻ കറിയാണ് ഇന്ന് കൊടുക്കുന്നത്. തേങ്ങ വറുത്തരച്ചാണ് ചിക്കൻ കറി വെക്കുന്നത്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരിക്ക് ബീറ്റ്റൂട്ട് ആക്കാൻ വെച്ചു. അപ്പോൾ ബീറ്റ്റൂട്ടൊക്കെ റെഡിയാക്കി വെച്ചതാണ്. മമ്പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അച്ഛനും മോനും ഇവിടെയാണ് കിടക്കൽ. നല്ല ഉറക്കത്തിലാട്ടോ അവർ രണ്ടുപേരും. പിന്നെ ചിക്കനും ഫ്രൈ ഒക്കെ ആവുന്ന നേരം കൊണ്ട് ഞാൻ വാഴയില മുറിക്കാൻ പോയതാണ്. ഇവിടെയൊക്കെ നല്ല മഴ പെയ്തത് കാരണം നല്ല പുല്ലൊക്കെ ആട്ടോ. അപ്പോൾ വാഴയില നോക്കുമ്പോൾ നല്ലതൊന്നും കണ്ടില്ല. അപ്പോൾ രണ്ട് നല്ല വാഴയില കിട്ടിയപ്പോൾ ഞാനത് കഴുകിയെടുത്ത് അപ്പോഴേക്കും ചിക്കൻ ഫ്രൈ ഒക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ 2 കോഴിമുട്ടയും പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാം റെഡിയായി ഞാൻ മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചതാണ്. ഒക്കെ ഒന്ന് ചൂട് തണിയാൻ വേണ്ടിയിട്ട്. മമ്പയറും മത്തനും കേട്ടോ കറി വെച്ചത്, പച്ചക്കറി. പിന്നെ ഇലയൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് ചോറൊക്കെ ഒന്ന് റെഡിയാക്കിയെടുത്ത് പിന്നെ ചോറ് വിളമ്പുക. ഞാൻ ഇതുവരെ ചോറ് കൊടുത്തിട്ടില്ല കേട്ടോ. മെഡിക്കൽ കോളേജിലേക്ക് പൊതിച്ചോറ് ഞാൻ ഇതുവരെ കൊടുത്തില്ല. പക്ഷേ ഈ പൊതിച്ചോറ് കൊടുക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. എന്തെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് പൊതിച്ചോറ് പൊതിയാനൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പൊതിയാനൊക്കെ നോക്കി പൊതിഞ്ഞെടുക്കുക ചെയ്തു കേട്ടോ. അപ്പോൾ അതിനിടയിൽ എൻ്റെ കൈ പൊള്ളി. ഉപ്പും വെള്ളവും കൂടി ആക്കി വെച്ചതാണ്. അപ്പോൾ പുകച്ചിലൊക്കെ കുറച്ച് ആക്കം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പുട്ടൊക്കെ പിന്നെയാണ് അതിന് ശേഷം കേട്ടോ പുട്ടൊക്കെ വെച്ചത്. പിന്നെ ലച്ചുവിൻ്റെ മാലകളൊക്കെ ഉണ്ടായിരുന്നു റെഡിയാക്കി വെക്കാൻ. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാൻ നോക്കിയതാണ്. ഒക്കെ കുടുങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി ഇട്ടിട്ട് ഇതവളെ മാലയാണ്, കഴുത്തിലിങ്ങനെ കുടുങ്ങി കിടക്കുന്നൊരു മാല. പിന്നെ ഇത് ഞാൻ എക്സിബിഷന് പോയപ്പോൾ വാങ്ങിയ മാലയാണ്. 50 രൂപയ്ക്ക് വാങ്ങിയൊരു മാല. നല്ല അടിപൊളി എല്ലാ കളറും തിളങ്ങിയൊരു മാല കേട്ടോ. അപ്പം അതിൻ്റെ കുടുക്കൊക്കെ ഒന്ന് ശരിയാക്കുകയാണ്. പിന്നെ ഇതെൻ്റെ വളയാണ്. ഇത് ഞാനൊരു കല്യാണത്തിന് വേണ്ടി വാങ്ങിയാണ്. പച്ച സാരിക്ക് വേണ്ടി വാങ്ങിയ വളയായിരുന്നു കേട്ടോ. പിന്നെ ഇത് മൂക്ക് അച്ചച്ചൻ കൊണ്ട് കൊടുത്ത കാതിലാട്ടോ. പിന്നെ ഇക്കാതിൽ ഞാൻ പിഷാരികാവുന്ന് നവമിക്ക് വാങ്ങിയ കാതിലാണ് കഴിഞ്ഞ വർഷം. അതിൽ എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ മോൻ എനിക്ക് പ്രസൻറ്റ് തന്നതാണ്. അവൻ്റെ വക ഒരു വട്ടം ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ ഞാൻ വാങ്ങിയ കാതിലാണ് 30 രൂപയ്ക്ക്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയ മാലയാണ്. വിഷുവിന് സെറ്റ് സാരിക്ക് ഇടാൻ വേണ്ടിയിട്ട് 120 രൂപയായിരുന്നു. കറക്റ്റ് ഓർമ്മയില്ല. ഇത് അമ്മേൻ്റെ കസിൻ തന്നതാട്ടോ എനിക്ക്. ഇത് ഞാൻ കോഴിക്കോട് പോയപ്പോൾ വാങ്ങിയതാണ്. 50 രൂപയാണ് മാലയ്ക്ക്. ഇതിൻ്റെ ഭംഗി കണ്ട് വാങ്ങിയതാണ്. പിന്നെ കുറേ മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി ഒതുക്കിയെടുത്തതിൽ വെക്കണം. മഴ കാരണം ഉണങ്ങുന്നൊന്നുമില്ല. അപ്പോൾ അകത്തൊക്കെ അയൽ കെട്ടിയിട്ട് ഉണക്കിയെടുത്തതാട്ടോ അതൊക്കെ. അടുത്ത വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസ് ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ, സി യു.